ഹായ് ഓൾ, കെമിസ്ട്രിയുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ 3 സബ് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്: ക്ലാസിഫിക്കേഷൻ, ബ്ലോക്സ്, പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ്. സോ ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഫോമാറ്റിലേക്ക് എത്തിയത്? ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരുപാട് എലിമെൻറ്റുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പ്രോപ്പർട്ടീസ് പഠിക്കുക, അവരുടെ എല്ലാം കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കുക, ഇതൊക്കെയെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം ഇന്ന് ഒരു 118ഓളം എലിമെൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. 118 എലിമെൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നേ ആയിട്ട് 63, പിന്നെ ആദ്യ സമയങ്ങളിൽ 30 എലിമെൻറ്റ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ 30 എലിമെൻസിനെ പറ്റി പഠിക്കുക, അന്നത്തെ കാലത്ത് 30 എലിമെൻസിനെ പറ്റി പഠിക്കുക, അവരുടെ പ്രോപ്പർട്ടീസ് പഠിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. സോ അതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ എന്ത് ചെയ്തു, എന്തെങ്കിലുമൊക്കെ ബേസിസിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തു, ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ തുടങ്ങി, പഠിക്കാനായിട്ട് തുടങ്ങി. സോ നമ്മുടെ ആ ഒരു പ്രോസസ്സ്, ആ പഠിക്കുക എന്ന് പറയുന്ന എലിമെൻറ്റുകളെ പറ്റി പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവരെ ക്ലാസിഫൈ ചെയ്തതും. പിന്നെ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അപ്കമ്മിങ് ഫോമാണ് നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിനെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് പറയുന്നത്. സോ ആ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൽ വരെയാണ് നമ്മൾ ഇന്ന് ക്ലാസിഫൈ ചെയ്ത് എത്തി നിൽക്കുന്നത്. ഓക്കെ, സോ ഇതിനു മുന്നേ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്തുന്നതിന് മുന്നേ ഒട്ടനവധി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്നും അതിൻ്റെ ഡ്രോബാക്കുകൾ, മെറിറ്റുകൾ, ആരാണത് പ്രപ്പോസ് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ആദ്യമായിട്ട് ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ആന്റോയിൻ ലാവോസിയർ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റാണ് കൊണ്ടുവന്നത്. ആൻഡ് അന്നുണ്ടായിരുന്ന 30 എലിമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാവോസിയറിൻ്റെ കാലഘട്ടത്തിൽ എത്ര എലിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്? 30 എലിമെൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് ഏത് വർഷമാണെന്ന് നോക്കണം, 1789 ആണ്. സയൻസ് ഒന്നും ഇത്രയും പുരോഗമിച്ചിട്ടില്ല, ഇത്രയും എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല. സോ ആ സമയത്ത് 30 എണ്ണത്തിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും തിരിച്ചു. ഇതാണ് ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഡ്രോബാക്ക് ഉണ്ട്. കാര്യം നമ്മുടെ കയ്യിലുള്ള എല്ലാ ആളുകളെയും ഒന്നെങ്കിൽ നമ്മൾ മെറ്റൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നോൺ മെറ്റൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്തണം. സോ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചില ആളുകളുണ്ട്, മെറ്റലോയിഡ്സ് എന്ന് പറയും, ഉപലോഹങ്ങൾ എന്നാണ് നമ്മൾ അവരെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ നമുക്ക് മെറ്റലിൻ്റെ പ്രോപ്പർട്ടി അവർ കാണിക്കും, ചിലപ്പോൾ അവർ നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയും കാണിക്കും. അപ്പോൾ നമുക്ക് രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതായിരുന്നു ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത് ജൊഹാൻ ഡൊബറൈനർ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റാണ്. അതിനെ നമ്മൾ ഡൊബറൈനർ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി ക്ലാസിഫൈഡ് ദ എലിമെൻറ്റ്സ് ഇൻ ടു സ്മോൾ ഗ്രൂപ്പ് ഈച്ച് കണ്ടെയ്നിങ് 3 എലിമെൻറ്റ്സ്. അതായത് 3 എലിമെൻറ്റ്സ് വീതമുള്ള ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ജൊഹാൻ ഡൊബറൈനർ ചെയ്തത്. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ ട്രയാഡ്സ് എന്നാണ് വിളിക്കുന്നത്. 3 പേരുള്ളത് കൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിനെയും വിളിക്കുന്ന പേരാണ് ട്രയാഡ്സ്. സോ ഇതൊരു സെറ്റ് ഓഫ് ട്രയാഡാണ്, ഇതൊരു ട്രയാഡാണ്, ആൻഡ് ദിസ് ഈസ് ഓൾസോ ട്രയാഡ്. ഇങ്ങനെ 3 പേരുള്ള ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ ജൊഹാൻ ഡൊബറൈനർ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ അറ്റോമിക് മാസ് ഓഫ് ദി മിഡിൽ എലിമെൻറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ദ ആവറേജ് ഓഫ് അതർ 2 എലിമെൻറ്റ്സ്. ഇപ്പം നമ്മൾ ഈ ഒരു സെറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അറ്റോമിക് വെയ്റ്റിൻ്റെ ആവറേജ് ആയിരിക്കും സോഡിയത്തിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും കാൽഷ്യത്തിൻ്റെയും ബേരിയത്തിൻ്റെയും അറ്റോമിക് വെയ്റ്റിൻ്റെ ആവറേജ് ആയിരിക്കും സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എലിമെൻസിനെ മാത്രം നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ജൊഹാൻ ഡൊബറൈനറിൻ്റെ ട്രയാഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അറ്റോമിക് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ലിഥിയം 7 ആണ്, സോഡിയം 23, പൊട്ടാസ്യം 39. അപ്പോൾ നമ്മൾ 39ഉം 7ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ by 2 ആവറേജ് എടുക്കും. അത് രണ്ടുപേരുടെയും കൂടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 23 ആണ് കിട്ടുന്നത്. സെയിം അതുപോലെ കാൽഷ്യവും ബേരിയത്തിൻ്റെയും കൂടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 88 കിട്ടും. സോ ഇതാണ് ഡൊബറൈനറിൻ്റെ ട്രയാഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ.
അപ്പോൾ ഡൊബറൈനറിൻ്റെ ക്ലാസിഫിക്കേഷന് ശേഷം വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിമെൻസിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ അറ്റോമിക് മാസുകളുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു കാര്യം നോട്ട് ചെയ്തു. അതായത് എവറി 8th എലിമെൻറ്റ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ ഒരു റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റും 8th എലിമെൻറ്റും ഏകദേശം സിമിലർ പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. നമ്മുടെ മ്യൂസിക്കൽ നോട്ട്സിൽ എന്താണ് ഫസ്റ്റ് ടോണും അതുപോലെ തന്നെ 8th നോട്ടും ഒരേപോലെ വരുന്നത് പോലെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ലോ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ട് ഇതിനെ അദ്ദേഹം ലോ ഓഫ് ഒക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിനും ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ് ടു കാൽഷ്യം വരെ മാത്രമേ ഈ ഒരു ലോ ഒബേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പം ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ഓർഡറിലാണെന്നുള്ളത് നോക്കിക്കോണം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലിമെൻറ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചത്. 8th എലിമെൻറ്റ് റെപ്പറ്റേഷൻ പോലെ വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇത് എല്ലാ എലിമെൻസിനും ഇങ്ങനെ കാണിക്കുന്നില്ല, കാൽഷ്യം വരെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതാണ് ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെ അറ്റോമിക് വെയ്റ്റിൻ്റെ ഓർഡറിൽ എഴുതി വരുമ്പോഴത്തേക്ക് ഇത് ഫസ്റ്റ് എലിമെൻറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് ആൻഡ് ദ 8th എലിമെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ബെറിലിയത്തിൻ്റെ 8th എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യമാണ്. അപ്പോൾ അവർ തമ്മിൽ പ്രോപ്പർട്ടികളിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഇതാണ് ലോ ഓഫ് ഒക്ടേഴ്സ് എന്ന് പറയുന്നത്. 8th എലിമെൻറ്റ് റെപ്പറ്റീഷൻ കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ചാൻ കോട്ടോയിസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇത് NCERT മെൻഷൻ ചെയ്തതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ല. പക്ഷേ NCERT ഇങ്ങനെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിമെൻറ്റുകളെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റുകളുടെ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്തു. ആൻഡ് ഒരു സിലിണ്ടറിക്കൽ ടേബിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ഓർത്തോളുക. അടുത്തതാണ് ലോത്തമേയ ക്ലാസിഫിക്കേഷൻ. ലോത്തമേയ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് അറ്റോമിക് വോളിയം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഇതുപോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് അറ്റോമിക് വെയ്റ്റിൻ്റെ തന്നെ ഒരു ഫങ്ഷനായിട്ട് എന്ത് ചെയ്തു, ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ലോത്തമേയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹി ഡെവലപ്ഡ് എ പീരിയോഡ് ടേബിൾ സിമിലർ ടു ദാറ്റ് ഓഫ് മെൻഡലീവിൻ്റെ പീരിയോഡ് ടേബിളിന് സിമിലർ ആയിട്ടുള്ള ഒരു പീരിയോഡ് ടേബിൾ അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആരെയൊക്കെയാണ് എടുത്തേക്കുന്നത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് അറ്റോമിക് വോളിയം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എന്തിന് അഗനിസ്റ്റ് ആയിട്ടാണ്, അറ്റോമിക് വെയ്റ്റിൻ്റെ ഫങ്ഷൻ ആയിട്ടാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മെൻഡലീവ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, അദ്ദേഹമാണ് പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്യുന്നത്. എന്താണ് പീരിയോഡിക് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലിമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. അതായത് ഒരു എലിമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് വെയ്റ്റിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇതാണ് മെൻഡലീവ് പ്രപ്പോസ് ചെയ്ത പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ആൻഡ് ഹീസ് എ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. അദ്ദേഹം ഈ അറ്റോമിക് വെയ്റ്റിന്റെ ബേസിസിൽ നമ്മുടെ എലിമെൻസുകളെ അറേഞ്ച് ചെയ്തിട്ട് ഒരു പീരിയോഡിക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തു. ആൻഡ് അതിലുള്ള ഇങ്ങനെ ഹൊറിസോണ്ടലി കാണുന്ന റോകൾ ഉണ്ടായിരിക്കും. ഇതിനെ അദ്ദേഹം വിളിച്ച പേര് സീരീസ് എന്നാണ് വിളിച്ചത്. ആൻഡ് വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, ഇതിനെ അദ്ദേഹം വിളിച്ച പേര് ഗ്രൂപ്പ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ മെൻഡലീവ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 63 ആണ് മെൻഡലീവ് പീരിയോഡിക് ടേബിളിലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹീ ഈസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. ആൻഡ് ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ചധികം മെറിറ്റുകൾ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ മെൻഡലീവ് പീരിയോഡിക് ടേബിൾ ആണ്. ഓക്കെ, ആൻഡ് ഹി കറക്റ്റഡ് റോങ് അറ്റോമിക് വെയ്റ്റ് ഓഫ് സം എലിമെൻറ്റ് ആൻഡ് പ്ലേസ് സം ഇൻ കറക്റ്റ് പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. ചില എലിമെൻറ്റുകളുടെ അറ്റോമിക് വെയ്റ്റുകളൊക്കെ റോങ് ആയിട്ടാണ് അന്ന് കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. അതെല്ലാം കറക്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അതിനെല്ലാം കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറിറ്റാണ് ഹി ലെഫ്റ്റ് വേക്കൻസീസ് ഫോർ അൺഡിസ്കവേർഡ് എലിമെൻറ്റ്സ് ആൻഡ് പ്രെഡിക്റ്റഡ് സം ഓഫ് ദെയർ പ്രോപ്പർട്ടി.
അപ്പോൾ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത എലിമെൻറ്റുകളെ പ്രെഡിക്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരാൾ ഇതിനിടയിൽ ഉണ്ടാകാം. ആൻഡ് അവരുടെ പ്രോപ്പർട്ടീസും എന്ത് ചെയ്തു, പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. ആൻഡ് ഓൾസോ എലിമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് പ്ലേസ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് താഴോട്ടുള്ള കോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഗ്രൂപ്പ് എന്ന് വിളിച്ചത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ എന്ത് ചെയ്തു, സിമിലർ പ്രോപ്പർട്ടിയുള്ള എലിമെൻറ്റ്സിനെ പ്ലേസ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത എലിമെൻറ്റുകളെ പറഞ്ഞു വെച്ചു എന്ന്, അങ്ങനെയുള്ള 2 എലിമെൻ്റാണ് ഗാലിയം, ജെർമേനിയം. അപ്പോൾ ഈ മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഗാലിയം ആൻഡ് ജെർമേനിയം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ അലൂമിനിയത്തിന് ശേഷം വരുന്നത് എന്നുള്ളൊരർത്ഥത്തിൽ എക്കാ അലൂമിനിയം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗാലിയത്തിനെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചു. അന്നത്തെ സമയത്ത് ആരെ കണ്ടുപിടിച്ചിട്ടില്ല, ഗാലിയം കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജെർമേനിയം. അപ്പോൾ സിലിക്കണിന് ശേഷം ഒരാൾ വരാനുണ്ട്, അതിനെ എക്കാ സിലിക്കൺ എന്ന പേരും പറഞ്ഞു വെച്ചു. അന്നത്തെ സമയത്ത് ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ കൂടി എന്ത് ചെയ്തു, അതിൻ്റെ ഒരു പ്രസൻസ് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. അത് എലിമെൻറ്റ്സ് വിത്ത് ഡിസിമിലർ പ്രോപ്പർട്ടീസ് ആർ ഫൗണ്ട് ഇൻ സെയിം ഗ്രൂപ്പ്. ചില ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ ഗ്രൂപ്പിലെ സെയിം പ്രോപ്പർട്ടീസ് ആണ് വരേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ചില ഗ്രൂപ്പുകളിൽ എന്താണ് ഡിസിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആളുകളെയും പിടിച്ച് ഒരുമിച്ചെടുത്ത് വെച്ചു. ആൻഡ് ഹി കുഡ് നോട്ട് ഗീവ് എൻ എക്സാക്ട് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ ഒരു എക്സാക്ട് പൊസിഷൻ കൊടുത്തില്ല. അതുപോലെ തന്നെ ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും അതുപോലെ തന്നെ ഐസോടോപ്പുകൾക്കും ഒരു എക്സാക്ട് പൊസിഷൻ കൊടുക്കാനായിട്ട് മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിന് പറ്റിയില്ല. ഓക്കെ. ആൻഡ് 4ാമത്തെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ ഡിഡ് നോട്ട് സ്ട്രിക്ട്ലി ഒബേ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ്. അറ്റോമിക് വെയിറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡർ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. ചില സ്ഥലത്ത് ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ആദ്യമായിട്ട് ഒരു കോംപ്രിഹെൻസീവ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? യെസ്, നമ്മുടെ മെൻ്റലീവ് ആണ് കൊണ്ടുവന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഹെൻറി മോസ്ലി. ഓക്കെ. അപ്പോൾ അദ്ദേഹം എക്സ്റേ സ്റ്റഡീസ് നടത്തി. നമ്മുടെ എലിമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എക്സ്റേ സ്റ്റഡി നടത്തുമ്പോഴത്തേക്ക് അറ്റോമിക് വെയിറ്റ് വെച്ചിട്ടല്ല വേരിയേഷൻ വരുന്നത്, അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് വേരിയേഷൻ വരുന്നത്. ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അങ്ങനെ അദ്ദേഹം മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തു. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? യെസ്, the physical and chemical properties of elements are the periodic function of their atomic numbers. Atomic weight എന്നാണ് നമ്മുടെ മെൻ്റലീഫ് പറഞ്ഞു വെച്ചത്. പക്ഷേ അറ്റോമിക് വെയിറ്റ് അല്ല കാര്യങ്ങളെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് ആ ഒരു പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ എന്ത് വരുന്നത്, മാറ്റങ്ങൾ വരുന്നതെന്ന് ആര് പറഞ്ഞു വെച്ചു? നമ്മുടെ ഹെൻറി മോസ്ലി പറഞ്ഞു വെച്ചു. അങ്ങനെ അദ്ദേഹം മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. ഹെൻറി മോസ്ലിനെയാണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലീവ് ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹെൻറി മോസ്ലി ആണ് വരുന്നത്. ഓക്കെ. അങ്ങനെ ഈ മോഡേൺ പീരിയോഡിക് ലോയിൻ്റെ ബേസിസിൽ നമ്മൾ ന്യൂമറസ് ഫോംസ് ഓഫ് പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തു? പ്രപ്പോസ് ചെയ്തു. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ. ഇനി എന്തിൻ്റെ ബേസിസിലായിരിക്കും ഈ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ എലിമെൻറ്റുകളെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്? ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഈ ഒരു ക്ലാസിഫിക്കേഷന് മുന്നേ വരെയുള്ള എല്ലാ ക്ലാസിഫിക്കേഷനിലും അറ്റോമിക് വെയിറ്റ് ആണ് എന്തായിട്ട് എടുത്തത്? ബേസ് ആയിട്ട് എടുത്തത്. പക്ഷേ മോഡേൺ പീരിയോഡിക് ലോ പ്രകാരം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? അറ്റോമിക് നമ്പറിൻ്റെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ ആരെയാണ് നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അറ്റോമിക് നമ്പറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 7 ഹൊറിസോണ്ടൽ റോസ് കിട്ടും. അതുപോലെ തന്നെ 18 വെർട്ടിക്കൽ കോളംസും കിട്ടും. ഓക്കെ. ആൻഡ് ഇതാണ് ഹൊറിസോണ്ടൽ റോ. 1 2 3 4 5 6 7. ഇതാണ് 7 ഹൊറിസോണ്ടൽ റോസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ്. ഓക്കെ. മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഈ ഹൊറിസോണ്ടൽ റോകളെ വിളിച്ച പേരെന്തായിരുന്നു? സീരീസ്. അവിടെയും എത്ര എണ്ണമാണുള്ളത്? 7 എണ്ണമാണ് ഉള്ളത്. ഇവിടെയും എത്ര പീരീഡാണുള്ളത്? 7 പീരീഡാണ് ഉള്ളത്. ഓക്കെ. ഇനി വെർട്ടിക്കൽ കോളങ്ങളുണ്ട്, കണ്ടോ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. ഓക്കെ. മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഇതിനെ എന്താ വിളിച്ചത്? ഗ്രൂപ്പ് എന്നാണ് വിളിച്ചത്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണുള്ളത്. എത്ര ഗ്രൂപ്പാണുള്ളത്? 18 ഗ്രൂപ്പുകളാണുള്ളത്. നമ്മുടെ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ 8 ഗ്രൂപ്പുകളാണുള്ളത്. ഓക്കെ. അപ്പോൾ ഗ്രൂപ്പും പീരീഡും ക്ലിയർ ആണല്ലോ.
നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡും 18 ഗ്രൂപ്പുമാണുള്ളത്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ 7 സീരീസ്, പീരീഡിനെ അദ്ദേഹം സീരീസ് എന്നാണ് വിളിച്ചത്. ആൻഡ് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? 8 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഓക്കെ, ഇനി ഹൈഡ്രജനെ നമ്മളൊരു പർട്ടിക്കുലർ പൊസിഷൻ കൊടുത്തിട്ട് നമ്മൾ മേലെ ടോപ്പ് സെൻറ്ററിലായിട്ടായിരിക്കും നമ്മൾ ഹൈഡ്രജനെ എന്ത് ചെയ്ത് വെച്ചേക്കുന്നത്? അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ടോപ്പ് സെൻറ്ററിലായിട്ടായിരിക്കും നമ്മൾ ഹൈഡ്രജനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമുക്കിനി ഈ പീരിയോഡിക് ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ എലിമെൻറ്റുകളെയും ഇത് ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഹൈഡ്രജൻ എന്ന് കാണിക്കും. ആൻഡ് ഇവിടെ മുകളിൽ ഒരു അറ്റോമിക് ഒരു നമ്പർ കാണും, അത് അറ്റോമിക് നമ്പറാണ്. അതുപോലെ അതിൻ്റെ സിമ്പലും പേരും കാണും. പിന്നെ താഴെയായിട്ട് അറ്റോമിക് വെയിറ്റ് കാണും. ഹൈഡ്രജൻ ആകുമ്പോൾ 1.008 എന്ന് പറഞ്ഞിട്ടുള്ള അറ്റോമിക് വെയിറ്റ് കാണും. അതുപോലെ ഏറ്റവും താഴെ ഒരു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഒരു പീരിയോഡിക് ടേബിളിൽ ഓരോ എലിമെൻറ്റുകളെയും ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഓരോ പീരീഡിലും എത്ര ആളുകളുണ്ട് ആൻഡ് എവിടെ തൊട്ട് എവിടെ വരെയാണുള്ളത്, ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പീരീഡ് എടുക്കുകയാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 എണ്ണമാണുള്ളത്. ആരൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പീരീഡ് എടുക്കുമ്പോഴത്തേക്ക് ആരൊക്കെയാണുള്ളത്? ഹൈഡ്രജനും ഹീലിയവും. ആൻഡ് സെക്കൻഡ് പീരീഡ് എടുക്കുമ്പം ആരെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലിഥിയം തൊട്ട് നിയോൺ വരെയുള്ള ആളുകളാണ് വരുന്നത്. ആൻഡ് അവരുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആയിരിക്കും. അതായത് ഈ സെക്കൻഡ് പീരീഡിൽ എത്ര എലിമെൻറ്റ്സ് ആണുള്ളത്? 8 എലിമെൻറ്റുകളായിരിക്കും ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 8. അതുപോലെ തേർഡ് പീരീഡിലും എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സോഡിയം തൊട്ട് ആർഗൺ വരെയാണുള്ളത്. ഓക്കെ, അവിടെയും എത്ര എലിമെൻറ്റ്സ് തന്നെ കാണും? 8 എലിമെൻറ്റ്സ് തന്നെ കാണും. പിന്നെയുള്ള 2 റോസ്, അതായത് ഫോർത്ത് പീരീഡിലും അതുപോലെ ഫിഫ്ത്ത് പീരീഡിലും എത്ര ആളുകൾ കാണും? 18 ആളുകൾ വീതം കാണും. 6th പീരീഡിലും 7th പീരീഡിലും എത്ര ആളുകൾ വീതം കാണും? 32 ആളുകൾ വീതം കാണും. അപ്പോൾ ഇത് ഓർത്തോളുക, 2, 8, 8, 18, 18, 32, 32, 7 പീരീഡായില്ലേ? 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇതാണ് നമ്മൾ മാജിക് നമ്പേഴ്സ് എന്നാണ് ഇവരെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് എലിമെൻറ്റ്സിന് ഈച്ച് ഷെല്ലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈച്ച് ഷെല്ലല്ല, ഈച്ച് പീരീഡാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പീരീഡിൽ 2 എലിമെൻറ്റ്, സെക്കൻഡ് പീരീഡിൽ 8 എലിമെൻറ്റ്, തേർഡ് പീരീഡിൽ 8 എലിമെൻറ്റ്, ഫോർത്ത് പീരീഡിൽ 18 എലിമെൻറ്റ്, ഫിഫ്ത്ത് പീരീഡിൽ 18 എലിമെൻറ്റ്, 6th പീരീഡിൽ 32 എലിമെൻറ്റ്സ് ആൻഡ് 7th പീരീഡിൽ 32 എലിമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡിൽ ഹൈഡ്രജൻ ടു ഹീലിയം, സെക്കൻഡ് പീരീഡ് ലിഥിയം ടു നിയോൺ, തേർഡ് പീരീഡ് സോഡിയം ടു ആർഗൺ, ഫോർത്ത് പീരീഡ് പൊട്ടാസ്യം ടു ക്രിപ്റ്റോൺ, ഫിഫ്ത്ത് പീരീഡ് റുബീഡിയം ടു സെനോൺ, ആൻഡ് 6th പീരീഡ് സീഷ്യം ടു റെഡോൺ ആൻഡ് ഫ്രാൻസിയം ടു ഓർഗാനസൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓരോ പീരീഡിലും എത്ര എലിമെൻറ്റ്സ് ഉണ്ട്, എവിടെ തൊട്ട് എവിടെ വരെയാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കിയേ, നമ്മുടെ ഈ ലോങ് ഫോം ഓഫ് പീരിയോഡ് ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 പീരീഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഇത്രയും വരെ നമ്മൾ പറഞ്ഞു വെച്ചു 7 പീരീഡ്. പക്ഷേ ഇതാ ഇവിടെ 2 ആളുകളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, 2 ആളുകളെ നമ്മൾ സെപ്പറേറ്റ് ഒരു റോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലൂവിൽ കാണുന്ന ഈ ലന്താനം തൊട്ട് ലുട്ടേഷ്യം വരെയുള്ള ആളുകൾ ഇവിടെയുള്ള ആളുകളാണ്. കണ്ടോ, ഇവിടെ 52 to 71 ഇവിടെ ഈ ഇടയ്ക്കുള്ള ആളുകളെയാണ് നമ്മൾ പിടിച്ച് എന്ത് ചെയ്തേക്കുന്നത്? താഴോട്ടേക്ക് എടുത്തു വെച്ചേക്കുന്നത്. ആൻഡ് 14 എലിമെൻസിനെയാണ്, ഇതും 14ആണ്, ഇതും 14ആണ്. 14 എലിമെൻസിനെ, അതായത് 6th പീരീഡിൽ നിന്ന് 14 എലിമെൻസിനെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ 6th പീരീഡിൽ നിന്ന് എടുത്തു വെച്ചേക്കുന്ന 14 എലിമെൻസിനെ നമ്മൾ ലാന്തനോയിഡ്സ് അല്ലെങ്കിൽ ലാന്തനോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, 14 elements of each of the 6th and 7th period are placed in a separate row below the main body of the periodic table. These are called inner transition elements. ഈ 2 പേരെയും കൂടെ 6th നിന്നും 7th നിന്നും 14 പേരെ എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 റോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലിമെൻറ്റ്സ്. ഓക്കെ, ഇന്നർ ട്രാൻസിഷൻ എലിമെൻറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ 6th പീരീഡിൽ നിന്ന് എടുത്ത 14 പേര് ആരൊക്കെയാണ്? സീറിയം ടു ലുട്ടേഷ്യം. ആരൊക്കെയാണ്? സീറിയം ടു
ലുട്ടേഷ്യം, ലന്താനത്തിന് ശേഷം വരുന്ന 14 പേര് സീറിയം ലുട്ടേഷ്യം, അവരെ വിളിക്കുന്ന പേരാണ് ലാന്തനൈറ്റ്സ് അല്ലെങ്കിൽ ലാന്തനോൺസ്. ഓക്കെ, ഇവരൊക്കെ പറ്റിയിട്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബ്ലോക്ക് പഠിക്കുമ്പോഴും പഠിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 7th പീരീഡിൽ നമ്മുടെ ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലിമെന്റ്സ് അതാരൊക്കെയാണ്? തോറിയം ടു ലോറൻഷ്യം, അറ്റോമിക് നമ്പർ 90 തൊട്ട് 103 വരെയുള്ള തോറിയം ടു ലോറൻഷ്യം, അങ്ങനെ വരുന്ന 14 പേരെയാണ് നമ്മൾ 7th പീരീഡിൽ നിന്ന് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് താഴെ വെച്ചേക്കുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് ആക്ടിനൈറ്റ്സ് അല്ലെങ്കിൽ ആക്ടിനോൺസ് അല്ലെങ്കിൽ ആക്ടിനോയിഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇവരെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഇവരുടെയൊക്കെ പ്രോപ്പർട്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ദേ ഈ കാണുന്ന 2 പേരാണ്, ഇതാണ് ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത്, ഇതാണ് ആക്ടിനൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ഗ്രൂപ്പുകളെയും ഓരോ പേരിലാണ് നമ്മൾ പറയുന്നത്, അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞായിരുന്നു, വെർട്ടിക്കൽ കോളംസ് താഴോട്ടുള്ള കോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. 18 ഗ്രൂപ്പുകളാണുള്ളത്. ആൻഡ് ഡ്യൂ ടു ദ സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സെയിം വാലൻസി, ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഓർത്തോളുക, താഴോട്ടുള്ള ആളുകളുടെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഏകദേശം സിമിലർ ആയിരിക്കും. അവരുടെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദെയർ സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സെയിം വാലൻസി. ഇനി നമ്മൾ ഓരോ ഗ്രൂപ്പുകളുടെയും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ ഫാമിലി നെയിമും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1ൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1, 1s1, 2s1, 3s1 അങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ആൻഡ് ഇവരുടെ ഫാമിലി നെയിം എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽ. ഓക്കെ, ഇനി 2nd ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 എന്നാണ് വരുന്നത്. ആൻഡ് അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഓക്കെ, ഇനി ഗ്രൂപ്പ് 3 to 12. ഗ്രൂപ്പ് 3 to 12 ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് N-1, D, 1 to 10, NS, 1 to 2 അല്ലെങ്കിൽ 0 to 2. ഓക്കെ, ഇത് എഫ് ഒക്കെ വരുമ്പോഴാണ് ഈ NSൽ 0 വരുന്നത്. നമ്മൾ സിങ്ക് വരെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, താഴോട്ടുള്ള വലിയ വലിയ എലിമെൻറ്റ്സ്, കൂടുതൽ അറ്റോമിക് നമ്പറുള്ള എലിമെൻറ്റ്സ് വരുമ്പോഴത്തേക്കാണ് NSൽ ഈ 0 to 2 എന്നുള്ളതിന് ഇങ്ങനെ തന്നെ പഠിച്ചോളുക. ട്രാൻസിഷൻ സീരീസിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? N-1D, 1 to 10, NS 0 to 2 അല്ലെങ്കിൽ NS 1 to 2. 1 ആയിരിക്കും കൂടുതൽ കറക്റ്റായിട്ട് വരും, NS 1 to 2. ഓക്കെ, അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സീരീസ്. ഇവരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഒരു ചാപ്റ്റർ തന്നെ D&F എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം നമ്മൾ ഓരോ എലിമെൻറ്റുകളെ പറ്റിയിട്ടും അതിൻ്റെ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഇതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ 13 to 18 ആളുകൾ. ഓക്കെ, 13 ഗ്രൂപ്പ് 13 വിളിക്കുന്ന പേരാണ് ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് 13 വിളിക്കുന്ന പേരെന്താണ്? ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി. ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി. ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ചാൽക്കോജൻ ഫാമിലി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് 17 ഹാലോജൻ ഫാമിലി ആൻഡ് ഗ്രൂപ്പ് 18 നോബൽ ഗ്യാസസ്. ഓക്കെ, ഇനി ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 13 ആണെങ്കിൽ NS2 NP1, 14 ആണെങ്കിൽ NS2 NP2, 15 ആണെങ്കിൽ NS2 NP3, 16 ആണെങ്കിൽ NS2 NP4, 17 ആണെങ്കിൽ NS2 NP5, 18 ആണെങ്കിൽ NS2 NP6. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്കുകളിലേക്കൊക്കെ മാറ്റുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. എന്താണ് ബ്ലോക്കുകളെന്നും എന്താണ് P ബ്ലോക്ക് എന്നും അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി വെക്കണം. എങ്ങനെയാണ് നമ്മൾ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് വരുന്നത്. ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മൾ അവരുടെ ഫാമിലി നെയിം കൊടുത്തിട്ടുണ്ട്. ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ട്രാൻസിഷൻ സീരീസ്. 13 ആണ് ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി. 15 ആണ് നൈട്രജൻ ഫാമിലി. 16 ആണെങ്കിൽ ഓക്സിജൻ ഫാമിലി. 17 ആണെങ്കിൽ ഹാലജൻ ഫാമിലി. 18 ആണെങ്കിൽ നോബൽ ഗ്യാസസ്. ഓക്കെ, ഇനി നമ്മുടെ പീരിയോഡ് ടേബിളിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് നോക്കി, ഇതിൽ ഈ കളർ കാണിച്ചേക്കുന്നുണ്ടോ? റെഡ് ആണെങ്കിൽ ആൽക്കലി മെറ്റൽസ്. സോ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഈ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്.
ആൻഡ് ഈ കളർ കണ്ടോ, ഇതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇതാണ് ട്രാൻസിഷൻ സീരീസ്. ഇത് നമ്മുടെ ലാന്തനോയിഡ്സ് ആക്ടിനോയിഡ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ലാന്തനോയിഡ്സ് ആക്ടിനോയിഡ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഈ ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യെസ്, ട്രാൻസിഷൻ സീരീസ് എന്ന് വിളിക്കുന്നത്. ട്രാൻസിഷൻ മെറ്റൽസ് ആണ് കേട്ടോ. ഈ ട്രാൻസിഷൻ സീരീസിൽ വരുന്ന എല്ലാവരും എങ്ങനെയായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതാണ് ലാന്തനോയിഡ്സ്, ഇതാണ് ആക്ടിനോയിഡ്സ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ തൊട്ട് നോക്കിക്കോണേ. ഓക്കെ, ഇതാണ് നമ്മുടെ പി ബ്ലോക്ക് എന്ന് പറഞ്ഞത്. തൽക്കാലം ഞാൻ പറയുന്നത് ഇപ്പം കേൾക്കുക. നമ്മൾ ബ്ലോക്കുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതാണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നമ്മൾ ഈ 1, 2 പറഞ്ഞില്ലേ, ആൽക്കലി മെറ്റൽ ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ, അതാണ് നമ്മുടെ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് 3 to 12 പറഞ്ഞില്ലേ ട്രാൻസിഷൻ, അതിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ താഴെ കിടക്കുന്ന 2 പേരുണ്ടല്ലോ, ഇവരെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടെ പറയാം. ഈ 2 പേരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക്. ഈ 3 to 12 ഇവരെ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക്. ഈ 13 തൊട്ട് 18 വരെയുള്ളവരെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. ആൻഡ് ഈ താഴെയുള്ള 2 പേരെ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക്. ഇത് ബ്ലോക്കുകളാണ്. നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പി ബ്ലോക്കിൽ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. പി ബ്ലോക്കിൽ ആരൊക്കെയുണ്ട്? മെറ്റലുണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, നോൺ മെറ്റലുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, മെറ്റലോയിഡ്സ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. മെറ്റൽസ് നോക്കിയേ, പോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ് ആണ് ഈ കളറിൽ കാണിച്ചിരിക്കുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി, കോപ്പർനീഷ്യം, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ടിന്ന്, ലെഡ്, ഇവരൊക്കെ എന്താണ്? യെസ്, ട്രാൻസിഷൻ സീരീസിൽ ശേഷം വരുന്ന മെറ്റൽസ് ആണ് അവർ. ഓക്കെ, ഇനി ഇതാ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ ഇവര് റിയാക്റ്റീവ് നോൺ മെറ്റൽസ് ആണ്. ഇവരാരാണ്? നോൺ മെറ്റൽസ് ആണ്. ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് ആരാണ്? നോൺ മെറ്റൽസ് ആണ്. ആൻഡ് ആ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെല്ലൂറിയം, അസ്റ്റാറ്റിൻ, ഇവര് നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് അല്ല, ഇവര് മെറ്റലോയിഡ്സ് ആണ്. അപ്പോൾ ഈ മെറ്റലോയിഡുകളെ ഒന്ന് പഠിച്ചു വെക്കണം. ആരൊക്കെയാണ് മെറ്റലോയിഡ്സ് വരുന്നത്? ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെല്ലൂറിയം, അസ്റ്റാറ്റിൻ, ഇത്രയും പേര് നോൺ മെറ്റൽസ് ആണ്. ഇനി നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നതാണ് ഇവരുടെ സ്റ്റേറ്റ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്, പേര് എഴുതിയിരിക്കുന്നത് റെഡ് കളറിലാണെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കും. ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ്, ലിക്വിഡ് ആയിരിക്കും. ബ്ലാക്ക് കളറിലാണ് പേര് എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സോളിഡ് ആയിരിക്കും. നമുക്ക് ഗ്യാസുകളെ നോക്കാം. ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നൈട്രോജൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, ഫ്ലൂറിൻ, ഹീലിയം, നിയോൺ, ക്ലോറിൻ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഇവരൊക്കെ എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ഓക്കെ, ദെൻ ഈ ബ്രോമിനും അതുപോലെ തന്നെ മെർക്കുറിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ഏത് സ്റ്റേറ്റിലാണ് കാണുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഏത് സ്റ്റേറ്റിലാണ് കാണുന്നത്? നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. അപ്പം അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റിലുള്ള എലിമെൻറ്റുകൾ നോക്കുമ്പം ഒരു ഹാഷ് കളറിലാണ് കൊടുത്തേക്കുന്നത്. അൺനോൺ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അവരുടെ വരുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ ഈ ലാസ്റ്റിലുള്ള ഈ നിഹോണിയം, ഫ്ലിറോവിയം ഇവരെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നതാണ് ഇവരെല്ലാം സിന്തറ്റിക് എലിമെൻ്റാണ്. നമ്മളെ ലാബിൽ സിന്തസൈസ് ചെയ്യുന്ന എലിമെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അൺനോൺ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ബ്രോമിൻ ആൻഡ് മെർക്കുറി ഏത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ആൻഡ് ഇവരെല്ലാവരും നോബൽ ഗ്യാസസ് ആണ്. 18th ഗ്രൂപ്പിന് നമ്മൾ നോബൽ ഗ്യാസ് എന്നാണ് വിളിക്കുന്നത്. ഈ 18th ഗ്രൂപ്പിൽ എല്ലാവരും ഏത് സ്റ്റേറ്റിലായിരിക്കും കാണുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും കാണുന്നത്. ഓക്കെ,
ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എലിമെന്റ്സ് വിത്ത് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP6. NS2 NP6 ആർക്കാണ് വരുന്നത്? NS2 NP1 ആണെങ്കിൽ ബോറോൺ ഫാമിലി, NP2 ആണെന്നുണ്ടെങ്കിൽ കാർബൺ ഫാമിലി, NP3 ആണെന്നുണ്ടെങ്കിൽ നൈട്രജൻ ഫാമിലി, NP4 ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഫാമിലി, NP5 ആണെന്നുണ്ടെങ്കിൽ ഹാലോജൻസ് ആൻഡ് NP6 ആണെന്നുണ്ടെങ്കിൽ നോബൽ ഗ്യാസസ്. ആൻസർ എന്താണ്? NS2 NP6 വരുന്ന ആർക്കാണ്? നോബൽ ഗ്യാസസ്. ഈ ചാൽക്കോജൻ എന്ന് പറഞ്ഞേക്കുന്ന ആരെ തന്നെയാണ്? യെസ്, ഓക്സിജൻ ഫാമിലിയുടെ വേറൊരു പേരാണ് ചാൽക്കോജൻസ്. ഓക്കെ, ഇനി നമ്മൾ 100ന് ശേഷം വരുന്ന അറ്റോമിക് നമ്പർ 100ന് ശേഷം വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നെയിമിങ് കൊടുക്കുന്നത്? ഓക്കെ, അതോടൊപ്പം തന്നെ അറ്റോമിക് നമ്പർ 100ന് ശേഷം വരുന്ന ആളുകളുടെ പേര് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 104 അറ്റോമിക് നമ്പർ 104 വരുന്നത് ഏത് എലിമെൻ്റ് ആണ്? അറ്റോമിക് നമ്പർ 106 വരുന്നത് ഏത് എലിമെൻ്റ് ആണ്? അപ്പം 100ന് ശേഷം വരുന്ന ആളുകളെ പഠിച്ചു വെക്കണം. ഇത് നമ്മൾ IUPAC നമ്മൾ ജസ്റ്റ് നമുക്കൊരു എലിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 100നെക്കാളും മുകളിലാണെന്നുണ്ടെങ്കിൽ ആ അറ്റോമിക് നമ്പർ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പേര് കൊടുക്കാറുണ്ട്. ആ ഒരു നോമൻക്ലേച്ചറാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ പഠിക്കണം. ഓക്കെ, നമ്മുടെ ഡിജിറ്റ് ഉണ്ടല്ലോ അറ്റോമിക് നമ്പർ. ഇപ്പം 100 നമുക്ക് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ 101 നോക്കാം. 101 നോക്കുമ്പം ഡിജിറ്റുകൾ അതൊക്കെയാണ്. 1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 1 വരുന്നിടത്ത് നമ്മൾ ആ 1ന് പകരം എന്ത് കൊടുക്കണം? യെസ്, അൺ എന്ന് കൊടുക്കണം. അതുപോലെ ഈ 0 വരുന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം? നിൽ എന്ന് കൊടുക്കണം. ആൻഡ് അടുത്ത 1 വരുന്നിടത്ത് നമ്മൾ അഗെയിൻ 1ന് എന്താണ് നെയിം വരുന്നത്? അണ്ണാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ IUM എന്നും കൂടെ ചേർക്കണം. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുന്നതിന് മുന്നേ നമ്മൾ ബാക്കി പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പം 2 വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് പേര് വരുന്നത്? ബൈ എന്നാണ് പേര് വരുന്നത്. 3 ആണെന്നുണ്ടെങ്കിൽ ട്രൈ എന്ന് പേര് വരും. 4 ആണെന്നുണ്ടെങ്കിൽ ക്വാഡ് എന്ന് പേര് വരും. 5 ആണെന്നുണ്ടെങ്കിൽ പെൻറ്റ്. 6 ആണെങ്കിൽ ഹെക്സ്. 7 ആണെങ്കിൽ സെപ്റ്റ്. 8 ആണെങ്കിൽ ഒക്ട്. 9 ആണെന്നുണ്ടെങ്കിൽ N. അതുപോലെ അവരുടെ അബ്രിവിയേഷൻ, അതായത് ഫസ്റ്റ് ലെറ്റർ കൊടുത്താൽ മതി. നില്ലിൻ്റെ N, അണ്ണിൻ്റെ U, ബൈയുടെ B, ട്രൈയുടെ T, ക്വാഡിൻ്റെ Q, പെൻറ്റിൻ്റെ P, ഹെക്സിൻ്റെ H, സെപ്റ്റിൻ്റെ S, ഒക്ടിൻ്റെ O ആൻഡ് എന്നിൻ്റെ E. ഓക്കെ, നമുക്ക് 103 ഒന്ന് കൊടുക്കാം. 103 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 1 ആണ്. സോ 1ൻ്റെ എന്ത് വരും? അൺ വരും. ആൻഡ് അത് കഴിഞ്ഞ് 0 ആണ്. അപ്പം അതിൻ്റെ നിൽ. അടുത്തത് 3 ആണ്. 3ന് നമ്മൾ കൊടുത്തത് ട്രൈ എന്നാണ്. ആൻഡ് ഇനി എന്ത് കൊടുക്കണം? IUM. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു I ഉള്ളതുകൊണ്ട് നമ്മൾ IUM ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അൺനിൽ ട്രിയം. ഇതാണ് 103യുടെ നോമൻക്ലേച്ചർ പ്രകാരമുള്ള പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 109 ആണെന്നുണ്ടെങ്കിലോ ആദ്യം 1 ആണ്. സോ അൺ. അടുത്തത് 0 ആണ്. 0യുടേത് നിൽ. അടുത്ത 9 ആണ്. 9ൻ്റെത് N. ഇനി എന്തും കൂടെ ചേർക്കണം? IUM. ഇനി ഇവരുടെ സിമ്പലും എഴുതണം. ഓക്കെ, സിമ്പൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് 1ൻ്റെ സിമ്പൽ എന്താണ്? യെസ്, U ആണ് വരുന്നത്. ഇനി അടുത്തത് 0 ആണ്. 0യുടെ സിമ്പൽ എന്താ വരുന്നത്? N ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് 9 ആണ്. 9ൻ്റെ സിമ്പൽ E ആണ് വരുന്നത്. ഇതായിരിക്കും 109ൻ്റെ നമ്മൾ നോമൻക്ലേച്ചർ പ്രകാരമുള്ള സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. 110. അപ്പോൾ ആദ്യം ഏതാ വന്നേക്കുന്നത്? 1 ആണ് വന്നേക്കുന്നത്. സോ നമ്മൾ എന്ത് കൊടുക്കും? അൺ. അടുത്തതും 1 ആണ് വന്നേക്കുന്നത്. അൺ. അടുത്ത 0 ആണ് വന്നേക്കുന്നത്. അപ്പം നിൽ. പിന്നെ എന്തും കൂടെ ഉണ്ട്? IUM ലാസ്റ്റിൽ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ സിമ്പൽ എന്ത് വരും? യെസ്, ഇത് U വരും. അടുത്ത U വരും. നില്ലിന് എന്തായിരുന്നു? N ആണ്. അപ്പം ഇതാണ് സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, 118 ആണെന്നുണ്ടെങ്കിലോ 1ന് എന്ത് വരെയും നമ്മൾ അൺ എഴുതും. ഈ 1ന് എന്ത് എഴുതും? അൺ എഴുതും. 8ന് എന്താണ് എഴുതുന്നത്? ഒക്ടാണ് എഴുതുന്നത്. എന്ത് കൊടുക്കണം? IUM എന്ന് കൊടുക്കണം. ഓക്കെ, സിമ്പൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലോ അണ്ണിൻ്റെ U, അടുത്ത അണ്ണിൻ്റെ U, ഒക്ടിൻ്റെ O. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നോമൻക്ലേച്ചർ 100ന് ശേഷം വരുന്ന ആളുകൾക്ക് പേര് കൊടുക്കുന്ന IUPAC നോമൻക്ലേച്ചർ ഫോർ അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ടേബിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആരെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പേരിടാനായിട്ട് പറ്റും. ഓക്കെ.
ഇവിടെ നമ്മൾ 101 തൊട്ട് 118 വരെയുള്ള എല്ലാവരുടെയും നമ്മുടെ IUPAC നോമൻക്ലേച്ചർ പ്രകാരമുള്ള പേരും അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ നെയിമും IUPAC ഇട്ടേക്കുന്ന ഒഫീഷ്യൽ നെയിമും കൊടുത്തിട്ടുണ്ട്. IUPAC ഒഫീഷ്യൽ നെയിം കാണാതെ പഠിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കും, അതോടൊപ്പം തന്നെ അവരുടെ IUPAC സിമ്പലും ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാം. 101 ആകുമ്പോൾ ഈ 1ൻ്റെ അൺ കൊടുക്കണം, നില്ലിൻ്റെ നില്ല് കൊടുക്കണം, ആൻഡ് അടുത്ത 1ൻ്റെ അൺ കൊടുക്കണം, IUM ചേർക്കണം. സിമ്പലും അതുപോലെ തന്നെ 1ൻ്റെ U, നില്ലിൻ്റെ N ആൻഡ് അടുത്ത 1ൻ്റെ U. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ. ആൻഡ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറഞ്ഞാൽ മെൻ്റലീവിയം. ഓക്കെ, അതിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MD. ഓക്കെ, ആൻഡ് സെക്കൻഡ് 102 ആണ്. അതെങ്ങനെ വരും? അൺ നിൽ ബൈ IUM. ഓക്കെ, സിമ്പൽ എങ്ങനെ വരും? UNB. ആൻഡ് ഈ 102 അറ്റോമിക് നമ്പർ 102 ഉള്ള എലിമെൻറ്റിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറഞ്ഞാൽ നൊബീലിയം ആൻഡ് IUPAC സിമ്പൽ NO ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് 103. 1ൻ്റെ അൺ, 0യുടെ നിൽ, 3യുടെ ട്രൈ, പിന്നെ IUM ചേർക്കുക. സിമ്പൽ എങ്ങനെ വരും? UNT. ലോറൻഷ്യമാണ് LR. ഓക്കെ, അടുത്തത് 104. അൺ നിൽ ക്വാഡ് EM. ഓക്കെ, UNQ എന്ന് വരും. ആരാണ്? ഒഫീഷ്യൽ നെയിം എന്താണ്? റൂദർഫോർഡിയം. സിമ്പൽ എന്താണ്? RF. അടുത്ത 105 ആണ്. അൺ നിൽ പെൻറ്റ് EM എന്ന് വരും. UNP. ഡൂബ്നിയം. DB ആണ് സിമ്പൽ വരുന്നത്. 106 ആണെന്നുണ്ടെങ്കിലോ അൺ നിൽ ഹെക്സ് EM എന്ന് വരും. UNH. സീബോർജിയം. 107 ആണെന്നുണ്ടെങ്കിൽ ബോറിയം. 108 ആണെന്നുണ്ടെങ്കിൽ ഹാഷിയം. 109 ആണെന്നുണ്ടെങ്കിൽ മീറ്റ്നേറിയം. 110 ആണെന്നുണ്ടെങ്കിൽ ഡംസ്റ്റാച്ചിയം. DS എന്നാണ് അതിന് IUPAC സിമ്പല്. 111 ആണെന്നുണ്ടെങ്കിൽ റോൺജീനിയം. RG. 112 ആണെന്നുണ്ടെങ്കിൽ കോപ്പർനീഷ്യം. CN. 113 ആണെങ്കിൽ നിഹോണിയം. NH. 114 ആണെന്നുണ്ടെങ്കിൽ ഫ്ലെറോവിയം. FL. 115 ആണെന്നുണ്ടെങ്കിൽ മോസ്കോവിയം. MC. 116 ആണെന്നുണ്ടെങ്കിൽ ലിവർമോറിയം. LV. 117 ആണെന്നുണ്ടെങ്കിൽ ടെന്നിസൺ. ടെന്നിസൻ്റെ സിമ്പൽ വരുന്നത് OG അല്ല, മിസ്റ്റേക്കാണ്. TS ആണ് വരുന്നത്. ഓക്കെ, TS. ഓക്കെ, ആൻഡ് 118 ആണെന്നുണ്ടെങ്കിൽ ഓർഗനസൺ OG. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 101 തൊട്ട് 118 വരെയുള്ള എലിമെൻറ്റ്സ്. ഇവരുടെ എന്താണ് എല്ലാവരുടെയും പേരും അതുപോലെ സിമ്പലും പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ.